എന്ന ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണല്ലോ ഇന്നിവിടെ സംസാരിക്കാൻ കിട്ടിയിരിക്കുന്നത്. എന്താണ് നവമാധ്യമം? അറിവും ആത്മവിശ്വാസവും പരസ്പരം പങ്കുവയ്ക്കാനുള്ള ഏറ്റവും നല്ല വേദിയാണ് നവമാധ്യമങ്ങൾ. അറിവിന്റെ വിശാലമായ ലോകം നമുക്ക് തുറന്നു തരുന്ന ചാലകശക്തിയാണ് നവമാധ്യമങ്ങൾ. ഇന്റർനെറ്റിന്റെ ബൃഹത്തായ ഒരു ശൃംഖല, ആ ശൃംഖലയും അതുമായി ബന്ധപ്പെട്ടു വരുന്ന ഉപകരണങ്ങളും അത് സൃഷ്ടിക്കുന്ന വേദികളും ഇവയെല്ലാം കൂടി ചേർന്ന ഒരു വിശാലമായ ശൃംഖല, അതാണ് നവമാധ്യമങ്ങൾ. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്ന കവി വിശേഷിപ്പിച്ച ഈ ലോകഗോളം ഇപ്പോൾ നമ്മുടെ വിരൽത്തുമ്പിലാണല്ലോ. ഏഴാം കടലിനക്കരെ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ലേ? ഇന്ന് ലോകത്തെ വ്യത്യസ്ത തരത്തിലുള്ള നവമാധ്യമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ് തുടങ്ങിയവ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടുള്ള ചാറ്റ്ജിപിടിയോട് വരെ നാം നിത്യവും സംവദിക്കുന്നുണ്ടല്ലോ. നവമാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്നത് വിദ്യാഭ്യാസ രംഗത്താണ്. വിദ്യാഭ്യാസത്തിന്റെ അതിർവരമ്പുകളും അതിന്റെ നിർവചനങ്ങളുമെല്ലാം നിർണയിക്കും വിധം ശക്തിയുള്ള ഒന്നാണ് നവമാധ്യമങ്ങൾ. കുറച്ചുനാൾ വരെ വിദ്യാഭ്യാസം എന്നത് അധ്യാപകർ, വിദ്യാർത്ഥികൾ, പാഠപുസ്തകങ്ങൾ ഇവ തമ്മിൽ ക്ലാസ് മുറികളിലെ പരിമിത സ്ഥലത്തിരുന്നു കൊണ്ട് സംവദിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് ക്ലാസ് മുറി സങ്കല്പം പോലും നവമാധ്യമങ്ങൾ കൈയടക്കി കഴിഞ്ഞു എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. പഠന പ്രവർത്തനങ്ങൾ വിരസത ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ആകർഷവും ഫലപ്രദവുമാക്കാൻ നവമാധ്യമങ്ങൾ വളരെയധികം പങ്കുവയ്ക്കുന്നു. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് വേണമെങ്കിൽ അവന്റെ ഖനി സ്വയം ഖനനം ചെയ്തെടുക്കുവാനും അത് സൗകര്യപ്രദമായ രീതിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും കഴിയും. ലോകത്തെവിടെയും സംഭവിക്കുന്ന ശാസ്ത്ര പുരോഗതി, കാലാവസ്ഥ വ്യതിയാനം, ഫാഷൻ, സംഗീതം എന്നിവയെല്ലാം ഏറ്റവും വേഗം തന്നെ നമ്മുടെ മുന്നിൽ എത്തിക്കുന്നതിൽ നവമാധ്യമങ്ങളുടെ സ്വാധീനം വളരെ വലുതാണ്. ഇത്രയേറെ നേട്ടങ്ങൾ ഉണ്ടായിരുന്നിട്ടും സമൂഹത്തിലെ ഏറ്റവും വിനാശകരമായ ശക്തികളിൽ ഒന്നായി നവമാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു. അധികമായാൽ അമൃതും വിഷം എന്നാണല്ലോ. മാധ്യമങ്ങളുടെ കൂടുതലായുള്ള ഉപയോഗം കുട്ടികളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതിനും പാഠ്യവിഷയങ്ങളിലുള്ള താല്പര്യം കുറയ്ക്കുന്നതിനും കാരണമാകുന്നു. മാത്രമല്ല, ഉത്കണ്ഠ, വിഷാദം, മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ, ചിന്താശേഷി ഇല്ലായ്മ എന്നിവയും കുട്ടികളായ നമ്മൾ നേരിടേണ്ടി വരുന്നു. ഇന്റർനെറ്റും ചാറ്റിങ്ങും അതിരുകടക്കുമ്പോൾ അതിന് ഇരയാകുന്നതും കുട്ടികളാണെന്ന് സൈബർ പഠനം തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും സമൂഹവും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. മാധ്യമങ്ങളും സാങ്കേതിക വിദ്യകളും നല്ല രീതിയിൽ ഉപയോഗിച്ച് നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.